ഹേ ഗായ്സ്, അപ്പം ഇന്ന് ഞങ്ങൾക്ക് കുടുംബക്ഷേത്രത്തിൽ നടവർപ്പാട്ടോ. മാസത്തിൽ ഉത്രട്ടാതികളിൽ മാത്രം ഞങ്ങൾക്ക് നട തുറക്കാം. വീട്ടിൽ നിന്ന് അമ്പലത്തിലോട്ടൊരു 5 മിനിറ്റ് ദൂരമുള്ള കേട്ടാ. 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നട തുറക്കുമെന്നാണ് പറഞ്ഞത്. തുറക്കലിൻ്റെ ഒപ്പം പൂജകൾ മാത്രമല്ല കേട്ടാ, ഓരോരുത്തർ അനുഗ്രഹിക്കലും കൂടി ഉണ്ടായിരുന്നു. നല്ല വെയിലുണ്ട് കേട്ടാ ഗൈസ്. കുട എടുത്തില്ല, അമ്പലത്തിൽ ചെന്നിട്ട് പിന്നെ കുടയും പിടിച്ച് നടക്കണമല്ലോ എന്ന് ഓർത്തിട്ട്. കഴിഞ്ഞ വട്ടം നടയുറപ്പിന് കുടയിട്ട് പോയി, അവിടെ വെച്ച് ഓഫീസിൽ വെച്ചിട്ട് കുട ആരോ മാറിക്കൊണ്ടുപോയി. അതുകൊണ്ട് പേടിച്ചിട്ട് കുട നമ്മൾ എടുക്കണില്ല. ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ട്, ഒരു രക്ഷയില്ല. പിന്നെ അമ്പലത്തിൽ പോയി ചോറ് കഴിക്കാമല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്കും വെയിലൊന്നും ഞാനൊരു കാര്യമായിട്ട് എടുക്കുന്നില്ല. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടാവും എന്ന് ഓർത്തായിരുന്നു കേട്ടോ ഞാൻ വന്നത്. പക്ഷെ പ്രതീക്ഷിച്ചത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് അമ്പലത്തിൽ. വന്ന ഉടനെ എല്ലായിടം തൊഴുതിട്ട് ഞാൻ നേരെ ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ചോറും എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ ഞാൻ അനുഗ്രഹിച്ചവരെ എല്ലാവരും കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇന്നാകെ 2 പേരെ അനുഗ്രഹിച്ചോളെ. അങ്ങോട്ട് പോയപ്പോൾ കൂടെ കൊണ്ടുപോകുന്നത്, ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ചേട്ടൻ വരുന്ന അവൻ എന്നെ നല്ല രീതിക്ക് തേച്ചു. അവൻ കിടന്ന് ഉറങ്ങിക്കളഞ്ഞു. അതുകൊണ്ട് നമ്മൾ വെയിൽ കൊണ്ട് തന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകാം. അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഊണൊക്കെ കഴിച്ച് നമ്മൾ അനുഗ്രഹിച്ചവരെയൊക്കെ കണ്ട് ജസ്റ്റ് കണ്ടിട്ടൊക്കെ ഇങ്ങനെ വീട്ടിലോട്ട് എത്തി ഗൈസ്. ഇനിയിപ്പോൾ നല്ല വെയിലും ചൂടൊക്കെ ആയതുകൊണ്ട് നല്ല വയറ് നിറച്ച് ഭക്ഷണവും കഴിച്ചുകൊണ്ട് ഒരു ഉറക്കം വേണമല്ലോ. ഉച്ചയല്ലേ, വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, സുഖമായിട്ട് കിടന്നുറങ്ങാം.